ആനയറ മുല്ലൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി ആത്മഹത്യ ചെയ്ത വിഷയത്തിൽ കടകംപള്ളി സുരേന്ദ്രന്റെ വാദങ്ങൾ പൊളിയുകയാണ്. ആത്മഹത്യ ചെയ്ത വിഷ്ണു പോറ്റിയുടെ ഭാര്യ കടകംപള്ളിക്കെതിരെ പരാതിയുമായി എത്തിയിരിക്കുന്നു. DGPക്ക് രേഖാമൂലം പരാതി നൽകിയിരിക്കുകയാണ് കുടുംബം. വിവരങ്ങളുമായി ആർ രാജീവ് ചേരുന്നുണ്ട്. രാജീവ്, കടകംപള്ളി പൂർണ്ണമായും ഈ ആരോപണങ്ങൾ നിഷേധിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ഇപ്പോൾ നോക്കൂ, വിഷ്ണു പോറ്റിയുടെ കുടുംബം തന്നെ കടകംപള്ളിക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് DGPയെ സമീപിച്ചിരിക്കുന്നു. മാനസിക പീഡനം ഉണ്ടായി, വലിയ ഭീഷണിയും വിഷ്ണു പോറ്റി നേരിട്ടു എന്നതടക്കമുള്ള ഗൗരവതരമായ വിമർശനങ്ങൾ ഉയരുകയാണ്. വിവരങ്ങൾ നിലവിൽ ജനദീപ് ഈ വാർത്ത പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെയാണ് വാർത്താ സമ്മേളനം വിളിച്ച കടകംപള്ളി സുരേന്ദ്രൻ ഇത് നിഷേധിച്ചത്. ഇതാദ്യമായല്ല ഇത്തരം വിവാദ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം നിഷേധിച്ചുകൊണ്ട് വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നത്. മുൻപും ഈ രീതിയിൽ നിഷേധിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ജനദീപിയെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം രംഗത്ത് വന്നത്. പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ജനദീപി സെറ്റിട്ടുകൊണ്ട് ഇത്തരമൊരു സംഭവം ഉണ്ടാക്കി, BJPക്ക് വേണ്ടിയാണ് ഇത്തരമൊരു സംഭവം ജനദീപി ചെയ്തിരിക്കുന്നത് എന്ന തരത്തിലുള്ള ആരോപണമായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചത്. മാത്രമല്ല, നമ്മുടെ പ്രതിനിധി വളരെ കൃത്യമായി തന്നെ ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പലതിനും അദ്ദേഹത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ മാർച്ച് 22-നാണ് ഈ മുള്ളൂർ ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം എത്തുന്നത്. പ്രചരണത്തിൻ്റെ ഭാഗമായി അവിടേക്ക് എത്തുമ്പോൾ ക്ഷേത്രം കൂടി സന്ദർശിക്കുകയായിരുന്നു. ക്ഷേത്രത്തിൽ ആ സമയത്ത് ഉത്സവം നടക്കുന്ന സമയമായിരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് തീർത്ഥം നൽകുന്നത്. എന്നാൽ തീർത്ഥം അദ്ദേഹം കൈ കഴുകി കളയുകയായിരുന്നു. തീർത്ഥം ഒരു ആചാര ലംഘനം തന്നെയാണ് അവിടെ സംഭവിച്ചത്. ഇത് വിഷ്ണു നമ്പൂതിരി ചോദ്യം ചെയ്യുകയും ചെയ്തു. ക്ഷേത്രത്തിൻ്റെ മേൽശാന്തിയാണ്, കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവിടെ തുടരുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇത് ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്തുകൊണ്ട് വിശ്വാസമില്ലാതെ ഈ തീർത്ഥം വാങ്ങി എന്നൊരു ചോദ്യം പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഇതിനെ തുടർന്ന് ക്ഷുഭിതനായാണ് കടകംപള്ളി സുരേന്ദ്രൻ അവിടെ നിന്ന് മടങ്ങിയത്. പിന്നീട് ഇങ്ങോട്ടാണ് ഈ വിഷ്ണു നമ്പൂതിരിക്കെതിരെ കൃത്യമായി മാനസിക പീഡനങ്ങൾ ഉൾപ്പെടെ ഉണ്ടായത്. മാത്രമല്ല, അദ്ദേഹത്തെ ഈ ക്ഷേത്രത്തിൽ നിന്ന് ഒഴിവാക്കുമെന്ന് പോലും ഭാരവാഹികൾ പറഞ്ഞു. ഭാരവാഹികൾ പലരും CPM ബന്ധമുള്ളവരാണ്, പ്രാദേശികമായുള്ള CPM ബന്ധമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞത് ഈ മേൽശാന്തി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കും. മാത്രമല്ല, ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രം മേൽശാന്തിയുടെ നേതൃത്വത്തിലാണ് ഉത്സവ ഘോഷയാത്ര നടക്കുന്നത്. ആ ഘോഷയാത്രയിൽ പങ്കെടുപ്പിക്കില്ല എന്ന് പറഞ്ഞു വരെ ഭീഷണി ഉണ്ടായി. ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോട് പങ്കുവച്ചിരുന്നു. ഈ സുഹൃത്തുക്കൾ എന്ന് പറയുന്നതും പൂജാരിമാർ തന്നെയാണ്. അവർ തന്നെയാണ് ഈ വിവരം ജനദീപിയെ വിളിച്ച് അറിയിക്കുന്നത്. അതായത് ഒരു തരത്തിലുള്ള മാധ്യമങ്ങളിലും ഈ വിഷയം ചർച്ചയായിരുന്നില്ല എന്നിരിക്കെ, അതായത് ഇത് ഒതുക്കി തീർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു, ഉത്സവ കമ്മിറ്റിക്കാരുടെ ഭാഗത്തു നിന്നും, ക്ഷേത്രം ഭാരവാഹികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. കാരണം മാർച്ച് 22-നാണ് ഇത്തരത്തിൽ ഒരു സംഭവം, അദ്ദേഹത്തിന് അപമാനം നേരിടേണ്ടി വന്ന ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് അദ്ദേഹം കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ പലതിൽ നിന്നും ഒഴിവാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവെന്ന് പറയുന്നത് ജാതി പറഞ്ഞുള്ള അധിക്ഷേപം പോലും അദ്ദേഹം നേരിടേണ്ടി വന്നു എന്നാണ്. ബ്രാഹ്മണനല്ലാത്തതിനാൽ ഈ ക്ഷേത്ര പൂജകളിൽ നിന്ന് ഒഴിവാക്കാൻ ഒരു തടസ്സവുമില്ല എന്ന് ക്ഷേത്ര ഭാരവാഹികൾ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ് ഭാര്യ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ ഈ പരാതിയുമായി മുന്നോട്ട് വന്ന അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ചിരുന്നവർ പറഞ്ഞതും ഇക്കാര്യം തന്നെയാണ്. അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞത് ഈ പൂജയിൽ നിന്നൊക്കെ തന്നെ മാറ്റി നിർത്തിയാൽ തനിക്ക് അത് വളരെ വേദനയുണ്ടാക്കുന്നതാണ്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി താൻ ഇവിടെ പൂജ ചെയ്തു വരികയാണ്, ദേവിയെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ 15 വർഷമായി ആ ക്ഷേത്രത്തിൽ പൂജ നിർവഹിച്ചു വരികയാണ് വിഷ്ണു പോറ്റി. ഇതുവരെ അദ്ദേഹത്തിനെതിരെ ഒരു പരാതിയും ഉണ്ടാകുന്നില്ല. പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ മാർച്ചിൽ അവിടെ സന്ദർശനം നടത്തിയതിനു ശേഷം, അത് ഈ തെരഞ്ഞെടുപ്പ് പര്യടനത്തിൻ്റെ ഭാഗമായാണ് ക്ഷേത്രത്തിലേക്കൊക്കെ എത്തുന്നത്. അവിടെ എത്തിയതിനു ശേഷം കടകംപള്ളി അവിടെ നടത്തിയ ആചാര ലംഘനത്തിനെതിരെ പോറ്റി ഒരു നിലപാടെടുക്കുകയാണ്. പിന്നീട് ക്ഷേത്ര ഭാരവാഹികൾ ഒന്നടങ്കം വിഷ്ണു പോറ്റിക്കെതിരെ തിരിയുകയും ഈ രാജീവ് സൂചിപ്പിച്ചതുപോലെ പല ചടങ്ങുകളിലും അദ്ദേഹം ചെയ്യേണ്ട പല കാര്യങ്ങളിൽ നിന്നും അദ്ദേഹത്തെ അകറ്റി നിർത്തുന്ന ഒരു സമീപനം ഉണ്ടായി. അപ്പോൾ മാനസികമായ പീഡനം ഉണ്ടായതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് കടകംപള്ളി സുരേന്ദ്രൻ ആ ക്ഷേത്രത്തിലെത്തി സന്ദർശനം നടത്തിയതിനു ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നത് വ്യക്തമല്ലേ? നീലിമ, തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുക്കളെ മാത്രമല്ല നമ്മൾ നേരിൽ കണ്ടത്, പല സുഹൃത്തുക്കളോട് സംസാരിച്ചിരുന്നു. പലരും ഇത്
പരസ്യമായി പറയുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. അതിന് കാരണമെന്ന് പറയുന്നത് ഈ CPM-ന്റെ ഇടപെടൽ തന്നെയാണ്. അതായത് കടകംപള്ളി സുരേന്ദ്രൻ ക്ഷേത്രത്തിൽ വന്ന് പോയതിന് ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് ഈ തീർത്ഥം നൽകുകയും അത് കൈ കഴുകി ഒഴിച്ചു കളയുന്ന രീതിയിലേക്ക് കടകംപള്ളി സുരേന്ദ്രൻ പുറത്തേക്ക് ഒഴിച്ചു കളയുകയും ചെയ്യുകയാണ്. ഇതിനെയാണ് പൂർണ്ണമായും വിഷ്ണു നമ്പൂതിരി ചോദ്യം ചെയ്തത്. ആചാര ലംഘനം തന്നെയാണ് നടത്തിയത് എന്ന് വിഷ്ണു നമ്പൂതിരി തുറന്നു പറയുന്ന സാഹചര്യമുണ്ടായി. ഇതിനുശേഷമാണ് അദ്ദേഹത്തെ വേട്ടയാടാനുള്ള എല്ലാ ശ്രമങ്ങളും അവിടെ നടന്നത്. അതുവരെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. ആ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. കഴിഞ്ഞ മാർച്ച് 22 വരെ വിഷ്ണു നമ്പൂതിരിക്ക് യാതൊരു തരത്തിലുള്ള അപമാനങ്ങളും നേരിടേണ്ടി വന്നിട്ടില്ല, പീഡനങ്ങളും നേരിടേണ്ടി വന്നിട്ടില്ല. ഈ സംഭവത്തിന് ശേഷം, അതായത് ഇത് വലിയ ചർച്ചയായി, പുറത്തേക്കൊന്നും വലിയ ചർച്ചകൾ ഉണ്ടായില്ലെങ്കിൽ കൂടിയും ആ പ്രദേശത്ത് ഇത് വലിയ ചർച്ചയാവുകയും വിഷ്ണു നമ്പൂതിരി ഇക്കാര്യത്തിൽ പരസ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് ക്ഷേത്രം ഭാരവാഹികൾ രംഗത്ത് വരുന്നത്. ഇക്കാര്യമാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ പല ക്ഷേത്രങ്ങളിലെ മേൽശാന്തിമാരാണ് നമ്മളോട് സംസാരിച്ചത്. അവരോട് പങ്കുവെക്കുകയും ചെയ്തത്. അതായത് 15 വർഷത്തോളം ഒരു ക്ഷേത്രത്തിന് പൂജാരിയായിരിക്കുക, ആ ക്ഷേത്രത്തിൽ നിന്ന് ഒരു ദിവസം ഒഴിവാക്കപ്പെടുക എന്ന സാഹചര്യത്തിലേക്ക് എത്തുക, അത്തരമൊരു സാഹചര്യം ഇവർ വരുത്തി വെച്ചു എന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന. അതിനെ അദ്ദേഹം ഭയപ്പെട്ടിരുന്നു. ഈ ക്ഷേത്രാവിധികൾ, പൂജാവിധികളിൽ നിന്നൊക്കെ തന്നെ ഒഴിവാക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആത്മഹത്യ തിരഞ്ഞെടുത്തത് എന്ന് തന്നെയാണ് നിലവിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം ഇപ്പോൾ നൽകിയ പരാതിയിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ നമുക്ക് നൽകിയ പ്രതികരണങ്ങളിലും ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. അതായത് കടകംപള്ളി സുരേന്ദ്രൻ ജനജീവിക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ പോലും ഈ ക്ഷേത്രം പൂജാരികൾ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ ക്ഷേത്രം പൂജാരികളോട് നമ്മൾ സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് എവിടെ വേണമെങ്കിലും പ്രതികരിക്കാൻ തങ്ങൾ തയ്യാറാണ്. അദ്ദേഹം അത്ര മാനസിക വ്യഥയോടുകൂടിയാണ് തങ്ങളോട് സംസാരിച്ചത്. ഇതോടൊപ്പം ചോദിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ആത്മഹത്യാക്കുറിപ്പുണ്ടായിരുന്നു. ആ ആത്മഹത്യാക്കുറിപ്പിൽ വളരെ കൃത്യമായി താൻ നേരിടുന്ന മാനസിക വ്യഥകളെക്കുറിച്ച് വളരെ കൃത്യമായി അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ആളുകൾക്കെതിരെ പരാമർശമുണ്ടായിരുന്നു ആ ആത്മഹത്യാക്കുറിപ്പിൽ എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ ഇതുവരെ പോലീസ് ആ രീതിയിൽ ഒരു അന്വേഷണം നടത്തുകയോ പോറ്റിയുടെ മരണത്തിന് ഉത്തരവാദികളായ ആളുകളെ അറസ്റ്റ് ചെയ്യുകയോ ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ളൊരു നിയമ നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? മാത്രവുമല്ല, ഇതുവരെ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ തിരിച്ചു കുടുംബത്തിന് നൽകിയിട്ടില്ല. ആ മൊബൈൽ ഫോണിൽ ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഈ ഫോൺ തിരികെ തരാത്തത് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഈ പരാതിയിൽ ഭാര്യ ഉന്നയിക്കുക കൂടി ചെയ്യുന്നുണ്ട്. രാജീവ്, നീലിമ, സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ ഉണ്ടാകുമ്പോൾ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കപ്പെട്ട ആളുകളെ ചോദ്യം ചെയ്യും. അതിനുശേഷം ഈ മാർച്ച് 22-ന് ഇത്തരമൊരു സംഭവം ഉണ്ടായി എന്ന് വെളിപ്പെടുത്തലുണ്ടായാൽ അതിനെക്കുറിച്ചും അന്വേഷിക്കും. ഇവിടെ പോലീസ് അത് രണ്ടും ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മറ്റുള്ളവരുടെ മൊഴിയെടുത്തോ എന്ന കാര്യം വ്യക്തമല്ല. പോലീസ് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. ഏതായാലും ഇത് ഒതുക്കി തീർക്കാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ കൃത്യമായി ഉണ്ടായിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് മാർച്ച് 22-ന് കടകംപള്ളി സുരേന്ദ്രൻ അവിടേക്ക് എത്തുകയും ഇത്തരമൊരു സംഭവം അവിടെ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ തീർച്ചയായും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യേണ്ടതാണ്. അത്തരം നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല. അത്തരം നടപടികൾ ഒന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ചൂണ്ടിക്കാട്ടുന്നത്. ആനയറ മുല്ലൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കടകംപള്ളി സുരേന്ദ്രന് കുരുക്ക് മുറുകുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ പരാതി നൽകിയിരിക്കുകയാണ് DGPക്ക്.